വെറും 4 ദിവസം മാത്രം മതി കളർ പെൻസിൽ ഉപയോഗിച്ച് ഒരാളുടെ ഫേസ് വരച്ച് മനോഹരമായിട്ട് സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിക്കും. ഇന്ന് ഡേ 1. സ്റ്റെപ്പ് 1, സ്കെച്ച് യൂസിങ് എ ലൈറ്റ് പെൻസിൽ. അപ്പോൾ ആദ്യം സ്കെച്ച് ചെയ്യാനായിട്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള പെൻസിലാണ് ചൂസ് ചെയ്യേണ്ടത്. സ്കിൻ ടോണിൻ്റെ തന്നെ ഈ ഒരു ലൈറ്റ് പിങ്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ലൈറ്റ് പീച്ച് കളറോ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ വേണമെങ്കിൽ യെല്ലോ കളറും എടുക്കാം. സ്റ്റെപ്പ് 2, പാരലൽ ഹാച്ചിങ്. ഹാച്ചിങ് എന്ന് ഉദ്ദേശിച്ചാൽ സിംപിളി പെൻസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലുള്ള ഷോർട്ട് ആയിട്ടുള്ള ലൈൻസ് ഇടാന്നുള്ളതാണ്. അത് 2 തരത്തിൽ ചെയ്യാം. ഒന്ന് ഇതുപോലെ ഒറ്റ ഡയറക്ഷനിൽ ചെയ്യാം, അല്ലെങ്കിൽ 2 ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഹൈലൈറ്റ് ആദ്യം നമ്മൾ ഒഴിച്ചിടണം. അപ്പോൾ വേണമെങ്കിൽ ലൈറ്റ് ആയിട്ടൊന്ന് ഹൈലൈറ്റ് ഒന്ന് മാർക്ക് ചെയ്തിടാം. ബാക്കി നമ്മൾ പാരലൽ ഹാച്ചിങ് ഉപയോഗിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുകയാണ്. ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചരിച്ചിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം ലൈറ്റ് ആക്കാൻ പറ്റുന്നു അത്രത്തോളം ലൈറ്റായിട്ട് പാരലൽ ഹാച്ചിങ് ഉപയോഗിച്ചിട്ട് ഒബ്ജക്റ്റിന് ലൈറ്റ് ടോൺ കൊടുക്കുക. അങ്ങനെ വീണ്ടും ഒരു ലെയറും കൂടി സെയിം പ്രഷറിൽ സെയിം പെൻസിൽ ഉപയോഗിച്ചിട്ട് സെയിം പാരലൽ ഹാച്ചിങ് ഒരു ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോൺ, മിഡിൽ ടോൺ നമുക്ക് കിട്ടും. പാരലൽ ഹാച്ചിങ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ഒരുപാട് പെൻസിൽ മാറ്റി യൂസ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. എൻ്റെ ഒരു റെക്കമെൻഡേഷനിൽ മാക്സിമം 3 പെൻസിൽ യൂസ് ചെയ്താൽ മതി. ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ ആ സ്കിൻ ടോണിനോട് ചേർന്ന ഒരു 3 ഷെയ്ഡ്. കാരണം നമ്മളിപ്പോൾ ലൈറ്റ് ടോണും മിഡിൽ ടോണുമാണ് നമ്മൾ ചെയ്യുന്നത്. ഒരുപാട് പെൻസിലുകൾ യൂസ് ചെയ്താൽ വളരെയധികം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ ഒരു ലൈറ്റ് ബ്രൗൺ പെൻസിൽ മാത്രം യൂസ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻസിൽ മാറ്റണം, കുറച്ച് കളർ ഡിഫറൻസ് വേണമെന്ന് അത്രയും നിർബന്ധമാണെങ്കിൽ മാത്രം മാക്സിമം പോയാൽ 3 ഡിഫറെൻറ്റ് പെൻസിൽസ് മാത്രം യൂസ് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലെ 2 സ്റ്റെപ്പ് പ്രോസസ്സ്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചിത്രകല പഠിച്ച് നല്ല ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ ആർട്ട് ക്ലാസ് എന്നൊന്ന് കമൻറ്റ് ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നിങ്ങൾക്ക് യോജിച്ച കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ അയക്കുന്നുണ്ടായിരിക്കും. സോ ആ സ്റ്റെപ്പ് ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്യുക.